പൃഥ്വിരാജ് കുമാരൻ ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, അതായത് ഇൻഡസ്ട്രിക്കകത്ത് 1,00,000 വരെ ഡ്രോൺ ഓപ്പറേറ്റേഴ്സിന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന്. അത് അതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മൾ പെർ ഡേ ചാർജാണ്. അതായത് നമ്മളിപ്പോ സാധാരണ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 15-20 ദിവസം 30 ദിവസമൊക്കെയാണ് ഉണ്ടാവുക. ചില സിനിമകൾ 1-2 ദിവസം മാത്രമായിട്ട് മാറും. അപ്പൊ മാലിക് എന്ന് പറഞ്ഞ പടം നമ്മൾ വർക്ക് ചെയ്ത് അത് ഏകദേശം ഒരു 16 ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ 2018 എന്നുള്ള പടം അതൊരു 26 ദിവസത്തോളാണ് നമ്മളതിൽ വർക്ക് ചെയ്തത്. പക്ഷേ കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള പടം അതിലൊരു 12-13 ദിവസത്തോളം ഉണ്ടായി. ചില പടങ്ങളിൽ 1-2 ദിവസം ഉണ്ടാവും. ഇപ്പോൾ ഈ വരത്തെന്നുള്ള പടം വെറും 3 ദിവസം വർക്ക് ചെയ്തു. ആ പടം 100 ചില്ലാനം ദിവസം ഉണ്ടായി. ഡ്രോണിന്റെ വർക്ക് വെറും 3 ദിവസം ഉണ്ടായി. അപ്പൊ നമ്മള് പടത്തിന്റെ സിനിമയുടെ സ്വഭാവം അനുസരിച്ച് നമ്പർ ഓഫ് ഡേയ്സ് കൂടാൻ കുറയാൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് പാക്കേജ് അല്ല, പെർ ഡേ ചാർജ്. വലിയ ഡ്രോൺ വന്ന സമയത്ത് ഒരു നിർബന്ധങ്ങളും ഇല്ലാത്ത ലെവലിൽ അന്നത്തെ ഡ്രോൺ ഫുൾ സെറ്റപ്പിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം 3.5 ലക്ഷത്തോളം രൂപയാണ് ഇൻസ്പയറിന് ഉണ്ടായിരുന്ന വില. 35,000 രൂപ റേറ്റ് ഉണ്ടായിരുന്നു 2014. അന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില കണക്കൂട്ടുക. ഇന്ന് ഈ എക്യുപ്മെന്റിന്റെ ബേസിക് കിറ്റിന്റെ വില 16,499 USD ആണ് ഇൻസ്പയർ 3യുടെ ഡ്രോണിന്റെ വില. പ്ലസ് ടാക്സ് ആക്സസറീസ് എല്ലാം കൂട്ടി വരുമ്പോൾ ഏകദേശം 25 ലക്ഷത്തിനേക്കാളും മുകളിലാണ് ഇതിന്റെ വില.